ഈ മെറ്റീരിയലിനോട് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള തുണി കൊണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ്. അപ്പോൾ ഇത് പ്ലെയിൻ ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ താഴെ കുറച്ച് ലൈസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല രസമല്ലേ ഈ പിള്ളേർക്ക് ഇതിട്ടിട്ട് നടക്കുന്നത് കാണാൻ. അപ്പോൾ അതിൽ എന്ത് ഡിസൈൻ ചെയ്യും, ഞാൻ കുറേ ടൈമൊക്കെ എടുത്തിട്ട് പെയിൻ്റൊക്കെ ചെയ്ത് ഡിസൈൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ എനിക്ക് അതിനൊക്കെ ഒരു മടിയായി തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്നാൽ കാണാൻ ഭംഗിയുള്ള ഒരു ഡിസൈൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പിൻട്രസ്റ്റിൽ ഞാനൊരു മോഡൽ കണ്ടത്. അപ്പോൾ നമുക്ക് ലോട്ടസിൻ്റെ ഒരു വലിയ ലോട്ടസിൻ്റെ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് ലോട്ടസ് വരച്ചു കൊടുത്തു. പെൻസിലോട് ലോട്ടസ് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്ക് വേണ്ട ലൈസ് ഏതാണോ ആ ലൈസ് എടുക്കുക, അത് ഒട്ടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കുക ചെയ്തത്, അതല്ലെങ്കിൽ ഇങ്ങനെ തുന്നി കൊടുക്കാം. പക്ഷേ ഒട്ടിച്ചതിന് ശേഷം തുന്നുമ്പോൾ നല്ലോണം എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ലൈസ് വന്നിട്ട് ഇത്തിരി വീതി കൂടുതലായിട്ടുള്ളതുകൊണ്ട് ഞാൻ ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കി. കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അത് ഇളകി പോരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമായിട്ടുണ്ടായിരുന്നു. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയൊന്നും ഇളകി പോരുന്നില്ല. പിന്നെ കംപ്ലീറ്റ് ഭാഗം ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത് കാരണം തന്നെ ഒട്ടും ഇളകി പോരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, എങ്ങനെയുണ്ടെന്നുള്ളത് പറയാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.